Let's make a very easy pink pasta. പിങ്ക് പാസ്ത എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇത് ടൊമാറ്റോവും ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. നമ്മുടെ കയ്യിൽ പലർക്കും ഫ്രഷ് ക്രീമോ കോക്കനട്ട് മിൽക്കോ ഒന്നും പെട്ടെന്ന് കയ്യിലെടുക്കാൻ കാണാത്തവർക്ക് ജസ്റ്റ് ടൊമാറ്റോ വെച്ച് തന്നെ ഇങ്ങനത്തെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു അടിപൊളി പാസ്ത ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ചൂടാൻ വെച്ച പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിന് തൊട്ട് മുമ്പത്തെ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് കുറച്ച് മിൻസ്ഡ് ഗാർലിക് കൊടുക്കുക. ഗാർലിക് ക്രഷർ ഇല്ലാത്തവർക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഗാർലിക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, ഞാൻ കുറച്ച് ഡ്രൈഡ് റോസ്മേരി ഇടുന്നുണ്ട്. അതില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ സോട്ടേ ചെയ്ത് അതിലേക്ക് വലുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ടൊമാറ്റോസ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ആ ഓണിയൻസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. എന്നാൽ ഈ ടൊമാറ്റോ നല്ലോണം സോഫ്റ്റായിട്ടൊരു മാഷി രീതിയിലാകത്തുള്ളൂ. അതേസമയം തന്നെ നമുക്ക് നമ്മുടെ പാസ്ത വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഉപ്പ് ഇട്ടാണ് ബോയിൽ ചെയ്യാൻ വെച്ചത്. അതിലേക്ക് ഞാൻ ഷെൽ പാസ്തയാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാസ്ത ഉണ്ടോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോസൊക്കെ നല്ലോണം ഒരു മാഷി പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ചെറിയ മിക്സി ജാറിലേക്ക് കുറച്ച് പാസ്ത വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റൊന്നും അളവിലല്ല ഞാൻ എടുക്കുന്നത്, നല്ലൊരു ഊഹം വെച്ച് പറഞ്ഞതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കാണും ബട്ടർ. അപ്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പേസ്റ്റ് ഒരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ സെയിം മിക്സി ജാറിനകത്ത് തന്നെ കുറച്ച് പാസ്ത വാട്ടർ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് അതിനകത്തോട്ടൊന്ന് ഒഴിക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം എടുത്തിട്ടുണ്ട്, ഒരു സോസ് പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുക. സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം റെസിഡ്യൂ അതിനകത്തുണ്ടെന്ന്. നമ്മൾ ഫുള്ളി ഒഴിച്ചായിരുന്നെങ്കിൽ കുറച്ച് തരി പോലെ കിടക്കുമായിരുന്നേനെ. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി ഫുള്ളി നല്ല സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു സോസ് കിട്ടും. ഇതൊന്ന് ചെറുതായിട്ടും തിളയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് പാസ്ത വാട്ടർ മാറ്റി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 പാക്കറ്റ് ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഇച്ചിരി തിളയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പാസ്ത വാട്ടർ ഒഴിച്ച് നല്ല ക്രീമി ആയിട്ട് എടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ മനസ്സിലാവും. അപ്പോൾ വരെ നല്ലോണം തിളച്ച് പാസ്ത വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാസ്ത ഇട്ട് അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ പാസ്തയിലും പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പിങ്ക് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എന്താ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.